കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ ഗതാനങ്ങളുടെ കുപ്രചരണങ്ങളുടെ ഈ വാഴ്ത്തുപാട്ടലുകൾക്ക് ഞാൻ ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. സ്വജനപക്ഷപാതവും അഴിമതിയും അതോടൊപ്പം തന്നെ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഈ വാദാരോധയെ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ണിൽ കുളിർത്ത സൂര്യനെ കുറിച്ചും കാട്ടിൽ പറക്കുന്ന കഴുകന്റെ അവധാനങ്ങളിൽ പാടാൻ ആരിഫ് മുഹമ്മദ് ഖാനെ കിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടൊരു സന്ദേശമാണ് സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഡ്രാഫ്റ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ചു കൊടുത്ത് അദ്ദേഹം താഴെ ഒപ്പുവെച്ചതാണ്. അദ്ദേഹത്തിന് ഒരു തിരുത്തുണ്ടായില്ല. അതെ സാർ, അത് തിരുത്തിയില്ലല്ലോ. അദ്ദേഹം ഭരണഘടനാപരമായിട്ട് അങ്ങനെ തിരുത്തുക എന്നുള്ള തിരുത്തിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ നയപ്രഖ്യാപനം എന്റെ നാവ് കൊണ്ട് ഞാൻ വായിക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം നടത്തുകയാണ് സാർ. അത് തന്നെയല്ല വേണ്ടത്. ഇവിടെ പട്ടിണി കിടന്ന് പെൻഷൻ കിട്ടാതെ ഇവിടെ വികലാംഗന്മാരും അംഗവൈകല്യം ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്യുകയും കർഷകർ ആത്മഹത്യ ചെയ്ത ഈ കേരളത്തിൽ ഒരു ധവള പത്രത്തിന് പകരം ഈ വാതോരാതെയുള്ള അവദാനങ്ങൾ പാടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം കേരള ഗവർണർ വായിക്കണം എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ശാഠ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ കേരളത്തിന്റെ ചരിത്രം പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവം എന്നുള്ളതാണ് തോന്നൽ. അങ്ങനെയൊന്നുമില്ല സാർ. ഇത് 1.5 മിനിറ്റ് ആണെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ച സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാലോ. ജ്യോതി വെങ്കടാചലത്തിന്റെ ഒക്കെ അറിയാലോ. അന്ന് ജ്യോതി വെങ്കടാചലത്തിന്റെ നയപ്രഖ്യാപനം നടത്താൻ അനുവദിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ തടഞ്ഞത്. നിയമസഭയിലെ 2 മന്ദിരങ്ങളിൽ ഈ MLA മാരടക്കം കിടന്നുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു ജ്യോതി വെങ്കടാചലം. അന്ന് നയപ്രഖ്യാപനം അനുവദിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞവരാണ് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. അത് മാത്രമല്ല, ഈ ഗവർണർമാരുടെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ എല്ലാം ഇപ്പൊ പറയുന്നുണ്ടല്ലോ, വാദോരാതെ ഗവർണറെ കുറിച്ച് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും കോൺഗ്രസ്സുകാരും ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഗവർണർമാരോട് നടത്തിയിട്ടുള്ള സമീപനങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നതും നല്ലതാണ്. ഇവിടെ ആരിഫ് മുഹമ്മദ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി. ആ നയം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ദൗത്യം അദ്ദേഹം നിർവഹിച്ചിരുന്നു. രണ്ടാമതൊരു കാര്യം, ഇതിനകത്ത് സാങ്കേതികപരമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനോട് സത്യസന്ധതയോട് യോജിക്കാൻ കഴിയാത്ത കാര്യം അദ്ദേഹം വായിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വായിച്ച അവസാനത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫിൽ ഇന്ത്യൻ സിനാരിയോടുള്ള കേരള ഗവൺമെന്റിന്റെ പ്രതികരണമുണ്ട്. അത് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. സ്മാരകങ്ങളിലും കെട്ടിടങ്ങളിലും അല്ല ഇന്ത്യയുടെ പൈതൃകം കുടികൊള്ളുന്നത്. നമ്മുടെ മഹത്തായ പൈതൃകം നിങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിലോ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിമകളിലോ അല്ല എന്നത് ഈ സർക്കാരിന്റെ ഈ മുന്നണിയുടെ നയമാണ്. അത് വായിച്ചില്ലേ? ക്രക്സ് വായിച്ചില്ലേ? അല്ല, ഇതിനു മുമ്പും നിങ്ങൾ നോക്കൂ, അദ്ദേഹം വായിച്ചിട്ടില്ലേ ഈ CAA? ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് സാർ. ഒന്നാമത്, ഈ ഗവർണറെ കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ വായിപ്പിച്ചിട്ട് ഒരു ആത്മനിർവൃതി അണിയാം എന്നുള്ള ഒരുപറ്റം ആളുകൾ നിരാശരാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വായിച്ചു എന്നാണ്. കേന്ദ്ര സർക്കാർ ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്നു എന്നത് സർക്കാരിന്റെ പോയിന്റ് ആണ്. അത് വായിച്ചല്ലോ. കേന്ദ്ര സർക്കാർ എന്താ പറയുന്നത്, കെട്ടിടങ്ങളെയും സ്മാരകങ്ങളെയും ഒക്കെ വെച്ചിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന വിമർശനം ഇവർക്കുണ്ട്. അത് വായിച്ചല്ലോ. അതുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വായിച്ചില്ലേ എന്ന് പറഞ്ഞില്ലേ? അവസാനത്തെ പാരഗ്രാഫ് വായിച്ച് അദ്ദേഹം അവസാനിപ്പിച്ചു. അതിനപ്പുറത്തുള്ള പാരഗ്രാഫ് ഉണ്ടല്ലോ സാർ, 63 പേജിൽ. ഞാൻ ചോദിക്കുന്നത് അതല്ല. നോക്കൂ, ശരിയാണ്, മുഴുവൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി അദ്ദേഹം ഭരണഘടനാപരമായ അതിന്റെ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിനു മുമ്പ് മുഴുവൻ വായിക്കാത്ത ഗവർണർമാരുണ്ടായിട്ടുണ്ട്. ഈ ന്യായമൊക്കെ പറയാം. പക്ഷെ എന്തിനാണ് നിയമനിർമ്മാണ സഭയോട് ഇങ്ങനെ ഒരു വൈരാഗ്യ സമീപനം സ്വീകരിക്കുന്നത്? ഇന്ന് രാവിലെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിനൊന്നും ചിരിക്കാൻ കൂടി തോന്നുന്നില്ല. അദ്ദേഹം ഈ പൂച്ചണ്ട് വാങ്ങിച്ച് അപ്പം തന്നെ അടുത്ത ആൾക്ക് കൊടുക്കുന്നു, മുഖത്ത് നോക്കുന്നില്ല. പ്രതിപക്ഷ നിരയോട് പോലും അദ്ദേഹം ഒന്ന് ചിരിക്കുകയോ അവരെ നോക്കുക പോലും ചെയ്യുന്നില്ല. ഈ നിയമനിർമ്മാണ സഭയോട് ആകെ എനിക്ക് പുച്ഛമാണ് എന്ന മട്ടിൽ ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടെയുള്ള സമീപനം കാണിക്കുകയാണ് അദ്ദേഹം. ഒരു സ്ഥലത്ത് വരുമ്പോൾ സാധാരണ നിലയ്ക്ക് പ്രസിഡന്റ് ലോക്സഭയിൽ വന്നിട്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തുമല്ലോ മോദി സർക്കാരിൻ്റെ. അപ്പോൾ അവരങ്ങനെയാണോ ബിഹേവ് ചെയ്യുക? ഇതെന്തിനാണ് ഈ സഭയോടാകെ ഒരു വിരോധ സമീപനം? ഈ ഒരു തരം എന്താ പറയുക, ഒരു പരിധി കവിഞ്ഞ് പ്രായമായ മനുഷ്യർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഈ കെറിവുകൾ ഉണ്ടാവില്ല, അത് കാണിക്കുന്നതിനാണ്. അങ്ങനെ കെറുവായിട്ട് സാർ ഇതിനെ കാണാൻ പറ്റുമോ? നമുക്കറിയാലോ, കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി മുതൽ 10-11 തീയതിയിലാണ് ഈ ഗവർണർക്കെതിരെ SFI-കളായ ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സമരാവാസം നമ്മൾ കേരളത്തിൽ കണ്ടത്. ഒരു വന്ധ്യവയോധികൻ എന്ന രീതിയിലോ കേരളത്തിന്റെ ഗവർണർ യാതൊരു മര്യാദകളും ഇല്ലാത്ത ഒരു മനുഷ്യനെ എത്ര ക്രൂരമായിട്ടാണ് ഈ കേരളത്തിൽ വേട്ടയാടിയത് സാർ. അപ്പോൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളും മര്യാദകളും ഈ ഭരണഘടനയൊക്കെ എല്ലാവർക്കും വേട്ടയാടുക എന്നല്ലേ സാർ? അങ്ങനെ തന്നെയല്ലേ? വേട്ടയാടുക എന്നല്ലേ സാർ?
എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം പറയുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വാഹനങ്ങൾ നിർത്തി കൊടുക്കുന്നു, എന്നിട്ട് തെരുവിലേക്ക് ഒരു ഗവർണർ ഇട്ട് കൊടുക്കുന്നു. ആ സാഹചര്യം നമുക്കറിയാലോ സാർ. എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾ ഈ ഭരണഘടന, അങ്ങനെയാണെങ്കിൽ ഭരണഘടനയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഗവർണറോട് ചെയ്തത് മര്യാദയില്ല സാർ. ഗവർണറോട്, ഭരണഘടന എന്ന് പറയുന്നത് ഗവർണർ എന്താ കുഴപ്പമില്ല, ഗവർണറുടെ വണ്ടിക്ക് മുമ്പിലേക്ക് SFIക്കാർ ചാടി വീണ്. SFIക്കാർക്കെതിരെ കേസെടുത്തല്ലോ, SFIക്കാർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയില്ലേ? എല്ലായിടത്തും SFIക്കാർക്കെതിരെ കേസുണ്ട്. ഗവർണർ ഒരു കാര്യമില്ലാതെ നമ്മൾ കണ്ടതല്ലേ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നിട്ട് എന്താ ബാനർ അഴിപ്പിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരോട് ചൂടാവുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രിവിലേജും ഇവിടെ അനുവദിക്കപ്പെടുന്നുണ്ട്. ഈ നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചായ സൽക്കാരത്തിനും വിരുന്ന് സൽക്കാരത്തിനൊക്കെ ആയിട്ട് രൂപ 1.25 കോടിയാ കഴിഞ്ഞ 10 ദിവസത്തിനിടയ്ക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി അനുവദിച്ചു കൊടുത്തത്. ഈ രാജ്ഭവൻ നടത്തിക്കൊണ്ട് പോകാനുണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ താല്പര്യത്തെ മുൻനിർത്തി ഈ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് നമ്മൾ നികുതി പണം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാന്ന് ഓർക്കണം, അതിൽ നിന്ന് പിടിച്ചിട്ട്. അപ്പൊ എന്ത് കുഴപ്പമാണ് ഗവർണർക്ക്? ഗവർണർക്ക് ചായയുടെ പൈസ പോലും കുറയ്ക്കുന്നില്ല. നിഷാന്ത് സാർ, നമ്മൾ ഇതിനു മുമ്പും ഈ കേരളത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളത്. ഗവർണറാണ് ഉത്തരവാദിത്വം, നരേന്ദ്രമോദിയാണ് ഉത്തരവാദിത്വം. സാങ്കേതികമായി നിങ്ങൾ അത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചോദിക്കുന്നത് ആരുടെ ഉത്തരവാദിത്വം ആയിക്കോട്ടെ, സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ ഭരിച്ചു മുടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ പോലും ഗവർണർക്ക് കുറയ്ക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ എല്ലാം കുറയ്ക്കുകയാണ്, ഗവർണർക്ക് കുറയ്ക്കുന്നില്ലല്ലോ. പിന്നെ ഗവർണറെ ആര് വേട്ടയാടിയെന്നാണ്? ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച ഭരണമുന്നണിയുടെ അടുപ്പക്കാരായ SFIക്കാർ അവർക്കെതിരെ 124 ചുമത്തിയത്. എന്താ ഗവർണർക്ക് ഇവിടെ പറ്റിയ? ഗവർണറുടെ രോമത്തിൽ ആരെങ്കിലും ഇവിടെ തൊട്ടോ? ഗവർണർ ഒരു പക്കാ രാഷ്ട്രീയക്കാരനെ പോലെ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങൾക്ക് സൗണ്ട് ബൈറ്റ് കൊടുത്ത് രാഷ്ട്രീയ പ്രതികരണം നടത്തി സകല വിഷയത്തിലും ഇടപെട്ട് ഇങ്ങനെ നടക്കുന്നു അദ്ദേഹത്തിന് അതാകാമെങ്കിൽ തിരിച്ചുള്ള സമരവും നേരിടാൻ, ജനാധിപത്യ രൂപിയായ സമരത്തെ നേരിടാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അങ്ങനെയല്ല സാർ. ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെ എത്ര രീതിയിലാണ് ഈ കേരളത്തിൽ അപമാനിച്ചത്? നിങ്ങൾ മുഖ്യമന്ത്രി ഭരണഘടനാ പദവി വഹിക്കുന്ന ആളല്ലേ, ഗവർണർ മാത്രമാണ്. അല്ല, ഞാൻ പറയട്ടെ സാർ, ഒന്ന് പറയാൻ അനുവദിക്കും. അപ്പനെയും അപ്പൂപ്പനെയും അടക്കമുള്ള ആളുകളെ ബാനറുകളിൽ നിങ്ങൾ എത്ര മോശമായിട്ടാണ് അവഹേളിച്ചത്. അത് മാത്രമല്ല, അന്ന് ആ സംഭവം സത്യത്തിൽ ഗവർണർ ഈ സ്റ്റെൻഡിലേക്ക് എങ്ങനെയാ വരുന്നത്? അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പോകുന്ന വാഹനം കൃത്യമായിട്ട് നിർത്തി കൊടുത്തപ്പോഴാണ് സാർ അദ്ദേഹത്തിന്റെ വാഹനം നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാ? ഇവിടുത്തെ ഇന്റലിജൻസ് വീടും സംസ്ഥാന സർക്കാരുമല്ലേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും സാർ ഈ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും വാഹനമൊന്നും പ്രോട്ടോകോൾ വാഹനങ്ങൾ നിർത്താതെ സാർ കേരളത്തിന് ഒരു തെരുവിൽ ഒരാൾക്കും തടയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ ഈ നീതിന്യായമൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ സാങ്കേതികമായിട്ട് പറയാം. സത്യത്തിൽ ഈ ബോധപൂർവ്വം ഈ കേരളത്തിൽ ഈ സ്റ്റെൻഡിലേക്ക്, ഈ സർക്കാർ നല്ല ഏറ്റുമുട്ടലിലേക്ക് ഇവിടെ വിളിച്ചു വരുത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് കാണിക്കുന്ന അതേ മര്യാദ, ആ മര്യാദ എന്ന് പറയുന്നത് തിരിച്ചുണ്ടാവില്ല സാർ.